ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വൻ പരാജയമെന്ന് അരവിന്ദ് കെജ്രിവാൾ. നരേന്ദ്രമോദി വോട്ട് തേടുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ്. ബി.ജെ.പി അധികാരത്തിൽ വരികയാണെങ്കിൽ സെപ്റ്റംബർ 17-ന് അമിത്ഷായെ മോദി പ്രധാനമന്ത്രിയാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. भारतीय जनता पार्टी मोदी जी अपने लिए वोट नहीं, अमित शाह जी को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं. दूसरी बात, योगी आदित्यनाथ जी को अगर ये लोग जीत गए तो योगी आदित्यनाथ जी को 2 से 3 महीने के अंदर उत्तर प्रदेश के सीएम पद से हटा दिया जाएगा. नंबर 3, इन लोगों की पूरी तैयारी है, अगर ये लोग जीत गए तो संविधान को बदल के SC ST और OBC का रिजर्वेशन खत्म कर दिया जाएगा. और नंबर 4, जो आंकड़े अब देश भर से आ रहे हैं वो ये दिखा रहे हैं कि 4 जून को इंडिया गठबंधन की सरकार बनने जा रही है और NDA को और BJP को बहुत कम सीटें मिलने जा रही हैं. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, മുൻപ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി അടക്കമുള്ളവരെ ഒതുക്കാൻ മോദി പ്രയോഗിച്ച തന്ത്രം 75 വയസ്സായവർ അധികാര സ്ഥാനങ്ങൾ ഒഴിയണമെന്ന് പറഞ്ഞതിപ്പോൾ മോദിക്ക് തന്നെ തിരിച്ചടിയാവുന്നു. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അത് നന്നായി പ്രയോഗിക്കുന്നു. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ അതൊരു പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഈ സെപ്റ്റംബർ 17-ഓടുകൂടി 75 വയസ്സാകുന്ന നരേന്ദ്രമോദി സ്ഥാനമൊഴിയുകയും അമിത്ഷായ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിനെ ഒതുക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ട്. എന്താണ് വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞത്? സിജു, സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദില്ലിക്ക് പുറത്തേക്ക് പോകുന്നത്. ലക്നൌവിലേക്ക് എത്തിയ കെജ്രിവാൾ SP അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷമാണ് അഖിലേഷ് യാദവുമായി ചേർന്നുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടത്. ആ വാർത്താ സമ്മേളനത്തിൽ മോദിക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. അതായത് പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളെയും ഒതുക്കുന്നതിന് വരെ, അതായത് LK അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒതുക്കുന്നതിന് വേണ്ടി 75 വയസ്സ് കഴിഞ്ഞവർ വിരമിക്കണമെന്ന ഒരു ചട്ടം നരേന്ദ്രമോദിയാണ് പാർട്ടിക്കകത്ത് കൊണ്ടുവന്നത്. ആ നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം 75 വയസ്സ് തികയുകയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് സ്വാഭാവികമായിട്ടും വിരമിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മോദി വോട്ട് തേടുന്നത് എന്ന ആരോപണം തന്നെയാണ് കെജ്രിവാൾ ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് BJP അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എന്നതാണ്. അത് അധികാരത്തിൽ വന്നാൽ 2-3 മാസത്തിനകം തന്നെ അത്തരത്തിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് കെജ്രിവാൾ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇക്കാര്യം നേരത്തെയും കെജ്രിവാൾ ഉന്നയിച്ച ഒരു ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്ക് അകത്ത് പലതരത്തിലുള്ള അധികാര തർക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ തന്നെ മോദിയേക്കാൾ കുറെ കൂടി യോഗി ആദിത്യനാഥിന് പാർട്ടിക്കകത്ത് സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയെയും BJPയെയും കാത്തിരിക്കുന്ന വൻ പരാജയമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.